കേരള ബ്ലാസ്റ്റേഴ്സും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഒരുപാട് അനിഷ്ട സംഭവങ്ങളുണ്ടായിരുന്നു. റഫറിയുടെ തെറ്റായ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചത് വളരെ മോശം രീതിയിലായിരുന്നു. ലയൺസ്മാനെ നേരെ കുപ്പികളും ചെരുപ്പുകളും മറ്റും എറിഞ്ഞ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ നേരെ ഈ ചെറിയ തടിക്കഷ്ണങ്ങളും വടികളും പിന്നെ വെള്ളക്കുപ്പികളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 2 ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പരിക്ക് പറ്റി എന്നുള്ള വാർത്തകൾ നമ്മൾ ശ്രവിച്ചതാണ്. അതിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള നിഖിൽ ബി നിമ്മഗത 2 അപ്ഡേറ്റുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സിഇഒ എന്ന് പറയുന്നത് സിഇഒ പുതിയ ആളല്ലോ, അഭിക് ചാറ്റർജി ആണല്ലോ സിഇഒ അല്ല. പുള്ളി അഭിക് ചാറ്റർജി പ്ലേയേഴ്സിനെയും താരങ്ങളെ എല്ലാവരെയും സുരക്ഷിതമായിട്ട് സ്റ്റേഡിയത്തിന് പുറത്തെത്തിക്കുന്നു. അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. താരങ്ങളെയും ആരാധകരെ എല്ലാവരെയും സുരക്ഷിതമായിട്ട് സ്റ്റേഡിയത്തിന് പുറത്തെത്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് തന്നെ പരാതി ISLന് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഒഫീഷ്യൽ ക്ലബ് സ്റ്റേറ്റ്മെൻറ്റും പുറത്തിറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ആരാധകരുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഫുട്ബോൾ മത്സരത്തിൽ താരങ്ങൾക്കും ഒഫീഷ്യൽസിനും പിന്നീട് ആരാധകർക്കും എല്ലാം സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അത് സംഘടിപ്പിക്കുന്നവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഞങ്ങളുടെ എല്ലാ സിറ്റുവേഷനിലും, ഞങ്ങൾ മോശമായിരിക്കുന്ന സിറ്റുവേഷനിലും ഞങ്ങൾ ഫ്ലറിഷ്ഡ് ആയിരിക്കുന്ന സിറ്റുവേഷനിലും എല്ലാം ഞങ്ങളോടൊപ്പം തന്നെ നിന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരുടെ സുരക്ഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് ലീഗ് അതോറിറ്റിക്ക് ഔദ്യോഗികമായിട്ട് പരാതി നൽകാനും ബ്ലാസ്റ്റേഴ്സ് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ നടപടിക്രമങ്ങളും റിസൾട്ടും എന്തായി വരും എന്നറിയില്ല. ഈ മുഹമ്മദൻസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവർ അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ മത്സരം നടത്തേണ്ട ശിക്ഷാവിധികൾ ലഭിച്ചിട്ടുള്ളതാണ്. സോ ഇത്തരത്തിലൊരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഈ പരാതി ചെല്ലുമ്പം മുഹമ്മദൻസിനെതിരെയുള്ള തീരുമാനം കടുത്തതായിരിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പം അതും ബംഗാളി ക്ലബ്ബ് ആയതുകൊണ്ട് കുറ്റം എപ്പോഴും അവരുടെ സൈഡിൽ നിന്ന് വരുമ്പം അങ്ങ് ഇഗ്നോർ ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ എന്നും അറിയാൻ പറ്റില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.